അസൂയക്കാരുടെ കൺമുനയിൽ തകർന്നു പോകുന്ന തലമുറകൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ, നിങ്ങളുടെ നന്മകൾ, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ അത് കണ്ട് എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓടി അലഞ്ഞായിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ പോകുന്നു. അതെ, ഞാനല്ല, ദൈവം കൺമുനയിൽ പൊളിഞ്ഞു പോയതിനെ, നശിച്ചു പോയതിനെ, തകർന്നു പോയതിനെ യേശു പണിതുയർത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ഒപ്പം ഇതേ ആലോചന ദൈവാത്മാവ് തന്നു. ആ ആലോചന പങ്കുവച്ച് ഒരു കുടുംബത്തിനകത്ത് സംഭവിച്ച സാക്ഷ്യം, ആ സാക്ഷ്യം നിങ്ങളുമായി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നു, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിൻ്റെ മനസ്സ് തെളിയട്ടെ, ഇസ്രായേലിയനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. നാബോത്ത് എന്ന ഒരു മനുഷ്യൻ, ഒരു മകൻ, അവൻ്റെ അപ്പൻ ഒത്തിരി നാൾ കഷ്ടപ്പെട്ട് ഒരു പക്ഷേ തൻ്റെ അപ്പൻ തനിക്ക് കൊടുത്ത ആ മുന്തിരിത്തോട്ടം മകൻ്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അത് സംരക്ഷിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ പെടുന്ന പാട് കാരണം രാജാവിന് അത് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം രാജാവ് അരമനയിൽ കൂടെ നോക്കിയപ്പോൾ ഈ മുന്തിരിത്തോട്ടം ഇങ്ങനെ പച്ചപ്പെട്ട് തിളിർത്ത് പൊടിച്ച് കായ്ച്ച് കിടക്കുന്നത് കണ്ടു. അത് കണ്ട ഉടനെ പച്ച കുഴപ്പമാണ്, അത് ചുമപ്പാകട്ടെ, എന്നാൽ ചീരത്തോട്ടമാക്കണമെന്ന് ഈ രാജാവ് ആരാണ്? ആഹാബിന് ഒരിഷ്ടം തോന്നി. ആഹാബ് ചോദിച്ചു നേരാവണ്ണം, അതെനിക്ക് തരുമോ? പുള്ളി പറഞ്ഞു, എൻ്റെ അപ്പനപ്പന്മാരായിട്ട് അതേ ഞാൻ തരത്തില്ല, അത് മുന്തിരിത്തോട്ടമായിട്ട് നിൽക്കട്ടെ, എനിക്ക് എൻ്റെ തലമുറകൾക്ക് കൈമാറുവാനുള്ളതാണ്. പുള്ളി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത പുള്ളിക്കാരി വരുന്നു, ഇസബേൽ, എത്ബാലിൻ്റെ മകളായ ഇസബേൽ. പുള്ളിക്കാരി പറയുക, ഒരു രാജാവായിരുന്നിട്ട് നീ ഞാൻ എന്തിനാണ് മേടിക്കുന്നത്, ഇപ്പം ശരിയാക്കി തരാം. ഇതാണ് അവൻ. ആ മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്ന ആഹാബിൻ്റെ കൺമുനയിൽ വെളിപ്പെട്ട ആയുധം അസൂയ. ആ മനുഷ്യന് ഉള്ള മുന്തിരിത്തോട്ടം എനിക്കില്ലല്ലോ ചീരത്തോട്ടമാക്കുവാൻ എന്ന അസൂയ. ആമേൻ. അസൂയയുടെ ഫലം വലിയ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. അതെ, പലരുടെയും അസൂയയാണ് നിങ്ങളുടെ തലമുറകൾ അവരുടെ കൺമുനയിൽ ഒളിപ്പിക്കപ്പെട്ട അസൂയയാൽ തകർക്കപ്പെടുന്നത്. കാരണം എന്താ? നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നു, അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കതില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം മതി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ മക്കൾ അങ്ങനെ പഠിക്കുന്നില്ലല്ലോ, എന്നാൽ പിന്നെ അവരുടെ മക്കൾ അങ്ങനെ പഠിക്കേണ്ട. ഇനി ഞങ്ങളുടെ മക്കൾ മാത്രം ഡോക്ടറായാൽ മതി, ഞങ്ങളുടെ മക്കൾ മാത്രം എഞ്ചിനീയർ ആയാൽ മതി, ഞങ്ങളുടെ മക്കൾ മാത്രം UK പോയാൽ മതി, കാനഡയിൽ പോയാൽ മതി, അവർ മാത്രം നല്ല പേരിൽ പെരുമയിൽ ജീവിച്ചാൽ മതി. മനസ്സിലായില്ലേ? അസൂയ. ഒന്നുകിൽ ഞങ്ങൾക്ക്, ഇല്ലെങ്കിൽ ആരും അനുഭവിക്കരുത്. അപ്പോൾ ഇതേ അവസ്ഥയിലൂടെ ഒരു സഹോദരി കടന്നുപോയി. പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞതാണ്, പാസ്റ്റർ നല്ല പഠിക്കുന്ന കൊച്ചന, സ്കൂൾ ഫസ്റ്റായിരുന്നു, 10ാം ക്ലാസ്സും +2 ഒക്കെ. IITയിൽ അഡ്മിഷൻ കിട്ടി. 2 വർഷം പൂർത്തിയായപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിനകത്ത് വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 6 മാസമാകുന്നു. അവൻ പഠിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ടീച്ചേഴ്സ് സാറന്മാരും എല്ലാം വിളിക്കുക, കൂട്ടുകാരൊക്കെ വിളിച്ച് പറയുക, അവൻ പഠിത്തം നിർത്തി പോരുന്നത് വരെ അവൻ 1 മാർക്ക് കുറവില്ല, അവൻ അവിടുത്തെ ടോപ്പറാണ്, പക്ഷെ അവൻ പോകുന്നില്ല. പാസ്റ്ററെ കഞ്ചാവാണോ, MDMA ആണോ, ഇനി വേറെ വല്ലതും ആണോ? എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? അവൻ ഭൂതം കയറിയതാണോ, പിശാച് കയറിയതാണോ? പാസ്റ്ററെ ഒരു കുഴപ്പമില്ല പാസ്റ്ററെ, നോർമലായിട്ടാണ് എൻ്റെ കുഞ്ഞിരിക്കുന്നത്, അവൻ വീട്ടിനകത്ത് ഓക്കെയാ, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണോ പണ്ടായിരുന്നത് അങ്ങനെ തന്നെ. പക്ഷെ അവൻ പറയേ ഞാൻ പഠിക്കുന്നില്ല. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പല പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, മുറിക്കകത്ത് ഒളിച്ചിരിപ്പുണ്ടോ? ഇല്ല, പുറത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സന്തോഷമായിട്ടു, അവനൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആ സങ്കടം മുഴുവൻ. ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്, നല്ലതുപോലെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, പക്ഷെ അവൻ പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ പാസ്റ്ററെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം ചോദിച്ചു. ഞാൻ പറയും, സിസ്റ്റർ പ്രാർത്ഥിക്കാം, ടെൻഷൻ അടിക്കാത്തത്, പ്രാർത്ഥിക്കാം.
ദിവസേന പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എപ്പോൾ മുതൽ അവൻ്റെ പഠനം മതിയാക്കി പോന്നു, അല്ലെങ്കിൽ അതിന് കാരണമായ ആ വിത്ത് ഒരു വാക്കായി അതിനകത്ത് വീണത് ഒരു വ്യക്തിയുടെ കടന്നു വരവോടെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് സിസ്റ്ററോട് വെളിപ്പെടുത്തി തരും. അപ്പോൾ അവരിത് എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് നേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ പാസ്റ്ററേ, ഓ സിസ്റ്ററെ, അപ്പോൾ ആരെന്ന് മനസ്സിലായോ? മനസ്സിലായി പാസ്റ്ററെ. എന്തായിരുന്നു സംഭവം? പാസ്റ്ററെ, ഇന്ന ആൾ ഒരു ദിവസം കടന്നു വന്നു, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ മോനെ പറ്റി പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മോൻ്റെ സ്കോറും പെർഫോമൻസും എല്ലാം ഞാൻ പറഞ്ഞു. അന്ന് 1-2 കാര്യങ്ങൾ ഞാൻ വന്ന ആൾ പറഞ്ഞു, നിൻ്റെ ഭാഗ്യമാണ് ഇതുപോലൊരു മകനെ കിട്ടി. എനിക്കും ഉണ്ടല്ലോ അവിടെ. ഇങ്ങനെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഇത് സാധാരണ എല്ലാവരും പറയുന്നതല്ലേ പാസ്റ്ററെ എന്ന് ഞാനും കരുതി. പക്ഷേ ആ സംഭവം കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്കകമാണ് എൻ്റെ മകൻ വന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രിയ സഹോദരി ഉപവാസം ക്രമീകരിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സഹോദരി ഒത്തിരി ദൂരെയാണ്, ഒരു തിരുവല്ലയിലാണ്, ഞങ്ങൾ തിരുവനന്തപുരത്താണ്. ഇത് രണ്ടും തുടങ്ങുന്നത് തൂവിലാണെങ്കിലും ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ അവിടെ ഇരുന്ന് അവരുടെ വീട്ടിനകത്തിരുന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പം അവർ ഉപവസിച്ചു. കർത്താവ് പ്രവർത്തിച്ചു. ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പം തന്നെ മോൻ തിരിച്ചു പോയി പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൺമുനയിൽ തകർന്നു പോകുവാൻ പോയ മകൻ്റെ ജീവിതം, അല്ലെങ്കിൽ തകർന്ന ജീവിതം ദൈവം പണിതു. അതിന് ഈശബേല്യ മണ്ഡലമെന്ന് ബൈബിൾ പറയുന്നു. പക്കാ അസൂയ, നീ രക്ഷപ്പെടരുത്. ആ വീടിൻ്റെ പണി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തു തുടങ്ങി. പൂർത്തിയാക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നു. പൂർത്തിയായോ? പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ആര് വന്നപ്പോഴാണ്, ആരോട് സംസാരിച്ചപ്പോഴാണ് അതങ്ങനെ അസ്ഥികൂടമായി നിന്നതെന്ന്. ആ പണി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ആ ദുഷ്ടമനുഷ്യരുടെ കൺമുനയിൽ പ്രേതാലയമായി മാറിയ നിൻ്റെ ഭവനം ദേവാലയമായി മാറുവാൻ പോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അത് ശരിക്കും ശരിയാണ്. അവരെന്ന് വന്നു അന്ന് മുതൽ പ്രേതാലയമാണ്. അലർച്ചയും വിളിയും ബഹളവും മാത്രമേ അതിനകത്തുള്ളൂ. സമാധാനം ഇല്ല. മക്കൾ വാതുറന്നാലും ഭർത്താവ് വാതുറന്നാലും നീ വാതുറന്നാലും അങ്ങനെയൊക്കെ തന്നെ. അയ്യോ, അത് മാറണ്ടേ? മാറണം. പ്രാർത്ഥിക്കുക. റെഡിയാണോ? നിൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ പലർക്കും ഇല്ലാത്തതാണ് അസൂയയ്ക്കുള്ള കാരണം, അല്ലെങ്കിൽ നീ അതിനേക്കാളും കൂടുതലാകുമെന്നുള്ള പേടി, അല്ലെങ്കിൽ ആയതുകൊണ്ട്. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 26-14 വാക്യത്തിൽ ഫെലിസ്ത്യർക്ക് ഇസഹാക്കിനോട് അസൂയ തോന്നി. തൊട്ട് മുമ്പ് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ഫെലിസ്ത്യരുടെ ദേശത്ത് ഇസഹാക്ക് പോയി വിതച്ചു 100 മേനി കൊയ്തു. അവർക്ക് അസൂയ നീ അവിടെ പോയി രക്ഷപ്പെട്ടതുകൊണ്ടാണ്. ആമേൻ. അവർ ചെയ്യാത്തതുകൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇരുന്നുകൊണ്ട് ബംഗാളികളെ കുറ്റം പറയും പോലെ. ആമേൻ. അവർ ചെയ്യാത്തതുകൊണ്ട് നീ ചെയ്തു, നീ രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ ചിലർ നിനക്ക് വിരോധമായി എഴുന്നേറ്റു, നിൻ്റെ ആനുകൂല്യങ്ങൾ തടയപ്പെട്ടു, നീ അത് പ്രാപിക്കുവാൻ കഴിയാതെ തേനും തെരുവടിയുമായിട്ട് നടക്കുക. ആമേൻ. സ്തോത്രം. അവിടെ കർത്താവ് തകർക്കപ്പെട്ട ചില വ്യക്തികളുടെ അസൂയ കൊണ്ട് തകർക്കപ്പെട്ട നിൻ്റെ തൊഴിലിനെ പണിയുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്വർഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക്. നിൻ്റെ ബിസിനസ്സിന് അസൂയാലുക്കളുടെ കൺമുനയിൽ ഉരുവാക്കപ്പെട്ട ആയുധങ്ങളാൽ തകർന്നു പോയ, ഏഷണി എന്ന അപവാദ പ്രചരണം എന്ന ആയുധത്താൽ തകർന്നു പോയ നിൻ്റെ ബിസിനസ്സിനെ എൻ്റെ കർത്താവ് പണിതെടുക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ സഹോദരി, അസൂയാലുക്കളുടെ കൺമുനയിൽ തകർക്കപ്പെട്ടു പോയ നിൻ്റെ കുടുംബജീവിതത്തെ മന്ത്രവാദത്തിലൂടെ, ആഭിചാരത്തിലൂടെ തകർത്ത് കളഞ്ഞ നിൻ്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിയുക. നിൻ്റെ തലമുറകളെ, അവരുടെ ഭാവിയെ, അവരുടെ എത്ര കല്യാണം വന്നു ഒന്നും നടക്കുന്നില്ല, അങ്ങനെ നിൽക്കുകയല്ലേ, കർത്താവ് അതിന് മാറ്റം വരുത്തുവാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിൻ്റെ തലമുറകൾക്ക് എൻ്റെ കർത്താവ് ഒരുക്കി നൽകുവാൻ പോവുകയാണ്. ആ ആയുധം ഇനി ഫലിക്കത്തില്ല. അവരുടെ നാവ് ഇനി നിൻ്റെ തലമുറകൾക്ക് വിരോധമായി ഫലിക്കത്തില്ല. അവരുടെ നാവിന് മുൻപിൽ നിൻ്റെ തലമുറകളുടെ ജീവിതം ചോദ്യചിഹ്നമായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ആമേൻ. ഈശബേല്യ മണ്ഡലം തകരും. സ്തോത്രം. നിനക്ക് പോലും അറിയാത്തൊരു സത്യം അവർക്കറിയാം. നീ അവിടെ രക്ഷപ്പെടും.
നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കാരണം നീ പ്രാർത്ഥിക്കുന്നവനാണ്, നീ പ്രാർത്ഥിക്കുന്നവളാണ്, നീ ആരാധിക്കുന്നവനാണ്, നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. നീ ജയിക്കുമെന്നുള്ളത് മസ്റ്റാണ്, 100% ഉറപ്പ്. നീ പ്രാപിക്കും. പ്രാർത്ഥിക്കുന്ന സഹോദരി, നീ പ്രാപിക്കും. ഡിയർ പ്രൈസർ ഫാമിലി, നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രാപിക്കും. അത് പിശാചിനറിയാം. അതിനെ തകർക്കാൻ വേണ്ടി മുഴുത്ത അസൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 37:11 യോസേഫിനെ സഹോദരന്മാരെടുത്ത് പൊട്ടക്കുഴിയിലിട്ടു. മുമ്പൊരു ചോദ്യം കൂടെ, നീ ഞങ്ങളെ വാഴുമോ? അവർക്ക് അസൂയ തോന്നി. നീ രക്ഷപ്പെടുമെന്നത് കണ്ട അസൂയ. നിൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്നത്, ആ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്നത് കണ്ട അസൂയ. അയ്യോ പാസ്റ്റർ, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും? പ്രൈസർ ഫാമിലി കൂടെ ഉണ്ടെന്നേ. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ ഒത്തിരി പേർ തകർന്നുപോയ തലമുറകളെ അസൂയയിൽ, ഏഷണിക്കഥകളിൽ, അപമാനങ്ങളിൽ, അപവാദങ്ങളിൽ തകർന്നുപോയ ഒത്തിരി പേരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പണിതെടുത്തു. തകർന്നുപോയ ബന്ധങ്ങളെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ പണിതെടുത്തു. തകർന്ന കുടുംബജീവിതങ്ങളെ പണിതെടുത്തു. നിങ്ങൾക്കും അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇരുന്നാലും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ. ഇനിയും അവരുടെ അസൂയയുടെ പേരിൽ നിൻ്റെ തലമുറ നശിച്ചു പോകുവാൻ, കരയുവാൻ, നിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഇനിയും തേനും തെരുവടിയുമായി നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കോൺടാക്റ്റ് ചെയ്തോ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ ഉപവാസം ക്രമീകരിക്കുന്ന കാര്യം. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ആത്മീയമായി വളരുവാനും പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ ഒരുമിച്ച് ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്കെന്ന വചന പരമ്പരയിൽ ഒരുമിച്ചായിരിക്കും. മറക്കണ്ട, ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാ വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കടന്നു വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്, കാക്കാമൂലയാണ് കേട്ടോ. കടന്നു വന്നാൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള നിയോഗം പ്രാപിച്ച ഒരു ആരാധന നിങ്ങൾക്ക് അനുഭവിക്കുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാൻ അവസരമുണ്ട്. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഇവർ ചിലത് പ്രാപിക്കുമെന്ന് കണ്ട് അസൂയയോടെ ഇവരുടെ അധ്വാനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ, തലമുറകളെ തകർത്ത് കളയുവാൻ, കുടുംബങ്ങളെ ചിതറിച്ച് കളയുവാൻ, നന്മകളെ ഇല്ലാതാക്കി കളയുവാൻ തക്കവണ്ണം ആഭിചാരവും വെല്ലുവിളികളും ക്ഷുദ്രപ്രയോഗങ്ങളുമായി എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരുടെ മധ്യേ ഇവരെ അങ്ങ് മാനിക്കണമേ കർത്താവേ. എല്ലാ ബന്ധനങ്ങളും, എല്ലാ ആഭിചാരങ്ങളും, ക്ഷുദ്രപ്രയോഗങ്ങളും, അസൂയയുടെ മണ്ഡലങ്ങളും തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ച ഉണ്ടാകട്ടെ. പകുതി വഴിയിൽ നിന്നുപോയ പഠനം പൂർത്തീകരിക്കപ്പെടട്ടെ. തൊഴിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിക്ക് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കിക്കൂട്ടുന്ന പൈശാചിക വ്യാപാരങ്ങളും പിന്നിലെ മനുഷ്യൻ്റെ അസൂയകളും മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. അപവാദ കഥകളിൽ നിന്ന്, അസൂയാലുക്കൾ മെനഞ്ഞുണ്ടാക്കിയ അപവാദ കഥകളിൽ നിന്ന് ഇവരുടെ കുടുംബത്തെ അങ്ങ് രക്ഷിക്കണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവേ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ, അവിടുത്തെ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. സ്വദേശികളാൽ ഉപദ്രവിക്കപ്പെട്ട് ആയിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. തൊഴിലിടത്തിലെ എല്ലാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും മാറിപ്പോകട്ടെ. അപ്പോൾ കടഭാരത്താലായിരിക്കുന്നവർ കടങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ. എല്ലാ അസൂയകളിൽ നിന്ന് ഇവരെയും ഇവരുടെ നന്മകളെയും ഇവർക്കുള്ളതിനെയും സ്വർഗ്ഗമങ്ങ് സംരക്ഷിക്കണമേ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൈസർ ഫാമിലിയുമായിട്ട് ചേർന്ന് നിർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം, പ്രാപിക്കാം എന്ന് നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പം കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.